സ്വർണ്ണവർഷത്തിന്റെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ മറ്റൊരു സൺഡേ കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവരും കുടുംബവുമായി വളരെ സന്തോഷത്തോടുകൂടി വീക്കെൻഡ് ആഘോഷിക്കുന്ന സമയമാണ് എന്നറിയാം. പീക്ക് ടൈം അല്ലേ? നമ്മൾ ഒരുമിച്ച് എല്ലാവരുമായിട്ട് ലഞ്ചൊക്കെ കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യാന്വേഷിയാണ് എങ്കിൽ, നിങ്ങൾ സ്വർണത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ലക്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കളി, ഈ ഗെയിം ഷോ നിങ്ങൾക്കുള്ളതാണ്. ACV സ്വർണ്ണവർഷം. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. 11 മുതൽ 70 വരെയുള്ള നമ്പറുകൾ നമുക്ക് ഡിസ്പ്ലേയിലുണ്ട്. ഇതിൽ ഒരു ബോക്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ ബോക്സിനുള്ളിൽ സ്വർണ്ണമുണ്ട് എങ്കിൽ ആ സ്വർണം നിങ്ങൾക്ക് സ്വന്തം. അപ്പോൾ 4 കളർ ബോക്സസ് ആണുള്ളത്: യെല്ലോ, പിങ്ക്, ബ്ലൂ. 11 to 70 70 വരെയുള്ള നമ്പേഴ്സ് ആണുള്ളത്. 11 മുതൽ നിങ്ങൾക്ക് നമ്പർ സെലക്ട് ചെയ്യാം. അതിനകത്ത് സ്വർണ്ണമുണ്ട് എങ്കിൽ ആ സ്വർണം നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് കോളിലൂടെ മാത്രമല്ല, നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഭാഗ്യ നമ്പർ നമുക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ വാട്സാപ്പ് നമ്പർ 8086011443. പക്ഷെ ഒരു കാര്യമുണ്ട്, 12:45 വരെയുള്ള സമയം. ഇപ്പം നമ്മുടെ സമയം 12 to 1 ആണ് ഈ ഗെയിം ഷോയുടെ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ 12 മണി മുതൽ 12:45 വരെയുള്ള സമയത്തിനുള്ളിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുന്നവരിൽ നിന്നായിരിക്കും ശരി ഉത്തരം അല്ലെങ്കിൽ ശരിയായ സ്വർണ്ണമുള്ള ബോക്സ് കണ്ടെത്തുന്നവർക്കുള്ള സമ്മാനം നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ, ഐശ്വര്യമുള്ള കോളർ എന്താണ്, റെഡി ആയിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. ഹലോ ഹലോ, ACV സ്വർണ്ണവർഷം. ആരാണ്? ശ്രുതി. എവിടുന്ന് വിളിക്കുന്നു ശ്രുതി? പാലക്കാട്. പാലക്കാട് എവിടെയാണ്? പ്രോപ്പർ പാലക്കാടാണോ അതോ ഒറ്റപ്പാലം? ഒറ്റപ്പാലം. എന്ത് ചെയ്യണു ശ്രുതി? ഹൗസ് വൈഫാ. ഓക്കെ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, 2 കുട്ടികള്, ഏട്ടൻ. ഓക്കെ. ജോയിന്റ് ഫാമിലിയാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ശ്രുതി, നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട. ഒരുപാട് കോളേഴ്സ് അവരുടെ ഭാഗ്യം അന്വേഷിച്ചുകൊണ്ട് ലൈനിൽ ക്യൂവിലുണ്ട്. അപ്പൊ ശ്രുതി, ഇന്നത്തെ ഭാഗ്യം ശ്രുതിയിലേക്കാണോ എത്തുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 11 മുതൽ 70 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഐശ്വര്യമായിട്ട് ഒരു നമ്പർ സെലക്ട് ചെയ്യാട്ടോ. 29 ആവുമ്പോൾ ഒരു പിങ്ക് കാർഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 29 ബോക്സ് നമ്പർ 29 ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോക്സ് നമ്പർ 29. ശ്രുതിക്ക് എന്ത് തോന്നുന്നു? ഇതിനകത്ത് സ്വർണം ഉണ്ടാകുമോ? വിളിക്കാറുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ. നമ്മുടെ സ്വർണ്ണ വർഷത്തില് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല എന്ന്. അപ്പൊ ബോക്സ് നമ്പർ 29 റെഡിയാണ്. ഞാൻ തുറന്നു നോക്കട്ടെ? ശ്രുതി, ഐശ്വര്യമായിട്ട് ബോക്സ് നമ്പർ 29. ഓ സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ബോക്സ് നമ്പർ 29 പറയുന്നത്. ഓക്കെ ശ്രുതി, ഒട്ടും ഡിസപ്പോയിന്റഡ് ആവണ്ട. ആഫ്റ്റർ ഓൾ ദിസ് ഇസ് ജസ്റ്റ് എ ഗെയിം ഷോ. വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ശ്രുതിക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ അടുത്ത കോളറിനായിട്ട് വെയിറ്റിംഗ് ആണ്. അടുത്ത ഭാഗ്യശാലി ദാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 11 മുതൽ 70 വരെയുള്ള ബോക്സുകൾ, ഇതിനുള്ളിൽ ഐശ്വര്യമുള്ള എന്താണ്, സ്വർണ്ണ നാണയം, സ്വർണം കാത്തിരിപ്പുണ്ട്. അപ്പോൾ ആ സ്വർണം ഭാഗ്യശാലി, ഒന്നിലധികം ബോക്സുകളിലുണ്ട്. അപ്പം ആരൊക്കെയാണ് ഭാഗ്യശാലി എന്നറിയില്ല. നമുക്ക് അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ, വെൽക്കം ടു ACV സ്വർണ്ണവർഷം. ആരാണ്? ആദിദേവ് ഫ്രം എവിടുന്നാണ്? ആദിദേവ് കോഴിക്കോട്. ഓക്കെ. പഠിക്കാണോ ആദിദേവ്? പാട്ട് പാടുവോ ആദിദേവ്? ഞാൻ പാടില്ല, എന്റെ അനിയൻ പാടും. അനിയൻ ഉണ്ടോ കൂടെ? ഉണ്ട്. അനിയനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നോ? ഓക്കെ. പാടുവോ അനിയൻ? പാടൂ. സ്വർണം കണ്ടെത്തുന്നതിന് മുമ്പ്, നമ്മൾ നിധി തേടുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. തോക്ക്. ഏത് തോക്കാ? വാവയുടെ പേരെന്താ? തോക്കും പിടിച്ച് കളിക്കുക ആണല്ലേ. വാവയുടെ പേരെന്താ? ആദിദേവിന്റെ അഭിനവ്. ഓക്കെ. അപ്പൊ താങ്ക് യു കേട്ടോ അഭിനവ്. ആദിദേവ്, നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് ഒരു ബോക്സിലേക്ക് പോവാൻ നമ്പർ പറഞ്ഞോളൂ.
ബോക്സ് നമ്പർ 19 ആണ് നമ്മുടെ ഫസ്റ്റ് റോയിലുള്ള ബോക്സ് നമ്പർ 19 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോക്സ് നമ്പർ 19 ഇവിടെ റെഡിയാണ്. ഞാൻ തുറന്നു നോക്കുകയാണ് കേട്ടോ. ബോക്സ് നമ്പർ 19 ആദിദേവ് ഫ്രം കോഴിക്കോടിന് ബോക്സ് നമ്പർ 19. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ആദിദേവ് ഒട്ടും ഡിസപ്പോയിന്റഡ് ആവണ്ട. ഓക്കെ, അപ്പോൾ വീണ്ടും ശ്രമിക്കുക. ഒരുപാട് സന്തോഷം വിളിച്ചാൽ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ നമ്മുടെ 2 കോളേഴ്സ് അവർ 2 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ രണ്ടിലും ആ 2 ബോക്സിലും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ACV സ്വർണ്ണവർഷത്തിൻ്റെ ഈ ഗെയിം ഷോയിൽ 11നും 70നും ഇടയിൽ ഏതൊക്കെയോ ബോക്സുകളിൽ സ്വർണ്ണമുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആ സ്വർണം നിങ്ങൾക്ക് സ്വന്തം. നമ്മുടെ 3rd കോളർ. ഹലോ. ഹലോ. യെസ്, ACV സ്വർണ്ണവർഷം. ആരാണ്? ആർച്ച. എവിടുന്ന് വിളിക്കുന്നു? ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുമ്പിലത്തെ കോളർ കോഴിക്കോട്. ആർച്ച എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? ഞാൻ ജോലി ചെയ്യാ. ഓ, നേഴ്സാണ്. എങ്ങനെയുണ്ട് ജോലി? കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. നന്നായി പോകുന്നു. ഏറ്റവും അധികം എന്താ പറയാ, ഏറ്റവും ഡെഡിക്കേറ്റഡ് എല്ലാ ജോലിയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഏറ്റവും അധികം എന്താ മനുഷ്യരെ നേരിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ആർച്ച തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള വെളുത്ത മാലാഖമാരോട് ഒരുപാട് സ്നേഹം. ഒരു നമ്പർ പെട്ടെന്ന് പറഞ്ഞോളൂ. 35. ബോക്സ് നമ്പർ 35. ബോക്സ് നമ്പർ 35 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആർച്ച ഫ്രം തൃശ്ശൂരാണ്. ബോക്സ് നമ്പർ 35 ഞാൻ ഓപ്പൺ ചെയ്യില്ല. ചങ്ങനാശ്ശേരി. യെസ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആർച്ച ബോക്സ് നമ്പർ 35 ഇതാ ഓപ്പൺ ചെയ്തു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ. താങ്ക് യു. ബോക്സ് നമ്പർ 35 ഇന്ന് ഭാഗ്യം കൊണ്ടുവന്നില്ല, പക്ഷേ വീണ്ടും ഭാഗ്യത്തിനായി ശ്രമിക്കാം. എല്ലാ ആശംസകളും ആർച്ച. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഒരു നഴ്സിംഗ് ഫീൽഡ് പ്രൊഫഷനായി തിരഞ്ഞെടുത്ത ഒരാളാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് നമ്മളെ വിളിച്ചത് ആർച്ച. ഓക്കെ, അപ്പോൾ ആർച്ചയുടെ ബോക്സ് നമ്പർ 35 ഭാഗ്യം എന്താണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ അടുത്ത കോളർ വരുന്നുണ്ട്. ഒരുപക്ഷെ ഭാഗ്യം അവരുടേതാണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഹലോ. ACV സ്വർണ്ണവർഷം. ആരാണ്? എന്റെ പേര് വാസു എന്നാണ് മാഡം. എവിടുന്ന് വിളിക്കുന്നു? തൃശ്ശൂര്. എന്ത് ചെയ്യുന്നു? ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നു. അപ്പൊ വാസവൻ ചേട്ടനെ വിളിക്കാലോ അല്ലെ? ധൈര്യമായിട്ട്. എനിക്ക് ഞാൻ കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ചേട്ടോ, നമുക്കൊരു ബോക്സ് ഐശ്വര്യമായിട്ട് അങ്ങ് തുറന്നാലോ? നമ്പർ പറയണ്ടേ? പറയൂ. 58. ബോക്സ് നമ്പർ 58 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 58 വാസവൻ ചേട്ടന് ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ടോ, സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. വാസവൻ ചേട്ടന് സ്വർണം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ബോക്സിൽ സ്വർണമില്ല എന്നാണ് ബോക്സ് നമ്പർ 58 പറയുന്നത്. അപ്പോൾ ചേട്ടാ, ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. ഓക്കെ, കീപ് ട്രൈങ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ACV സ്വർണ്ണവർഷത്തിൽ നമ്മുടെ സന്തോഷം ഈ പേര് പോലെ തന്നെ സ്വർണ്ണവർഷം അല്ലേ? സ്വർണത്തിൻ്റെ മഴ എന്നുള്ളതാണ്. വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്നാണ്. അപ്പോൾ ശരിക്കും എന്താണ്, എല്ലാ ആഴ്ചയും ഇങ്ങനെ സ്വർണം നമ്മുടെ കോളേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 11 to 70 ബോക്സ് നമ്പേഴ്സാണ് വരുന്നത്. ഇതിനകത്ത് ചില ബോക്സുകളിൽ സ്വർണം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ ഏത് ബോക്സിലാണ് സ്വർണം ഉണ്ടെന്ന് കണ്ടെത്തുന്നു, ആ ഭാഗ്യശാലിക്ക് ആ സ്വർണം സ്വന്തമാകും. നമ്മുടെ അടുത്ത ഭാഗ്യം തേടിയുള്ള വിളി എത്തിയിട്ടുണ്ട്. ഹലോ. ACV സ്വർണ്ണവർഷം. ആരാണ്? ഷീല. എന്തു പറ്റിയൊരു സങ്കടം? സന്തോഷത്തോടുകൂടി പറയണ്ടേ ഷീല എന്ന്. എവിടുന്ന് വിളിക്കുന്നു? കൊല്ലം. ഓക്കെ, ഷീല ചേച്ചി എന്ന് വിളിക്കാന്ന് വിചാരിക്കുന്നു. ഷീല ചേച്ചി നമ്പർ പറഞ്ഞോളൂ ഐശ്വര്യമായിട്ട്. നമ്പർ പറഞ്ഞോളൂ. 12 ആണ് ആദ്യത്തെ റോയിൽ നിന്ന്. ബോക്സ് നമ്പർ 12 ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പതുക്കെ ബോക്സ് നമ്പർ 12ലേക്ക് ഞാൻ പോകുന്നു. ഷീല ചേച്ചിക്ക് ബോക്സ് നമ്പർ 12 ഭാഗ്യം കൊണ്ടെത്തുമോ എന്ന് നോക്കാം. ഇല്ല, നിർഭാഗ്യവശാൽ ബോക്സ് നമ്പർ 12ൽ ഇന്ന് സ്വർണം ഒളിഞ്ഞിരിപ്പില്ല എന്നാണ് ബോക്സ് നമ്പർ 12 പറയുന്നത്. അപ്പോൾ ചേച്ചി ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട, വീണ്ടും ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
ശരിക്കും നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഈ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരാണല്ലേ ഭൂരിഭാഗം ആൾക്കാരും. അതിനകത്തൊരു സംബന്ധിച്ചാൽ നമ്മൾ എത്ര വർക്ക് ചെയ്താലും ഒരല്പം ഭാഗ്യം കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ വെറും ഭാഗ്യത്തിൽ മാത്രം കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല കേട്ടോ. അപ്പോൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ കടമ. നമ്പർ ഡിസ്പ്ലേയിലുണ്ട്, വിളിക്കുക, നമ്പർ തിരഞ്ഞെടുക്കുക. അടുത്ത കോളർ റെഡി. ഹലോ. ഹലോ. യെസ്, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ACV സ്വർണ്ണവർഷം. ആരാണ്? സലീന ഫ്രം തുറവൂർ. ഓ, തുറവൂരിൽ നിന്ന് സലീന. ഓക്കെ, അപ്പോൾ ഐശ്വര്യമായിട്ട് ഒരു നമ്പർ പറയാം. നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട. ഭാഗ്യമുണ്ടോ എന്നറിയലാണ് ആദ്യം പ്രധാനം. ഓക്കെ, നമ്പർ 14. ബോക്സ് നമ്പർ 14. നമ്മുടെ പ്രീവിയസ് കോളർ ബോക്സ് 12 ആണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ബോക്സ് നമ്പർ 14 ആണ് സെലീന ഫ്രം തുറവൂർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഐശ്വര്യമായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ തുടക്കട്ടെ. പക്ഷേ നിർഭാഗ്യവശാൽ ബോക്സ് നമ്പർ 14 ഇന്ന് സ്വർണമില്ല എന്ന് പറയുന്നു. സാരമില്ല, അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക. ഈ ഞായറാഴ്ച എന്താണ് നമുക്ക് എന്താ പറയുക, ആയിരക്കണക്കിന് പേര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കോൾ കണക്ട് ചെയ്ത് കിട്ടിയത്. അപ്പോൾ അത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ വീണ്ടും ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പോൾ ACV സ്വർണ്ണവർഷം പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ എല്ലാ ഞായറാഴ്ചയും 12 മുതൽ 1 മണി വരെ നിങ്ങൾക്ക് എന്താണ് ഈ 11 മുതൽ 70 വരെയുള്ള നമ്പർ ബോക്സസിന് ഇടയിൽ നിന്ന് പല ബോക്സുകളിലായിട്ട് സ്വർണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടെത്തുന്നവർക്ക് ആ സ്വർണം സ്വന്തമാക്കി നൽകുന്ന പരിപാടിയാണ്. അപ്പോൾ ഇന്ന് അടുത്ത കോളർ റെഡിയാണ്. സ്വർണം സ്വന്തമാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ. ഹലോ. വെൽക്കം ടു ACV സ്വർണ്ണവർഷം. ആരാണ്? രജിഷ്മ, കോഴിക്കോട്. കോഴിക്കോട് നിന്ന് രജിഷ്മ. എനിക്ക് തോന്നുന്നു ഇതുവരെ തിരുവനന്തപുരത്തുനിന്ന് കോള് വന്നിട്ടേ ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, രജിഷ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, ഹൗസ് വൈഫ് ആയിട്ടുള്ള രജിഷ്മയ്ക്ക് ഈ ഞായറാഴ്ച ഈ സമയം ഭാഗ്യം കയ്യിലെത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഐശ്വര്യമായിട്ട് ഇഷ്ടപ്പെട്ട നമ്പർ പറയാം. 64 ആണ്. ഏറ്റവും താഴത്തെ റോയിൽ നിന്നും 64, ബോക്സ് നമ്പർ 64 ആണ്. നമുക്ക് ബോക്സ് നമ്പർ 64 മെല്ലെ ഓപ്പൺ ചെയ്ത് നോക്കാം. രജിഷ്മ അല്ലേ? രജിഷ്മ എന്നല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. രജിഷ്മയ്ക്ക് 64 ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് നമുക്ക് നോക്കാം. നിർഭാഗ്യവശാൽ ബോക്സ് നമ്പർ 64 ഇന്ന് സ്വർണ്ണ നാണയമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ രജിഷ്മ, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കോളേഴ്സ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം കോൾ കണക്ട് ചെയ്യുന്നത് ഡിസ്കണക്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു രജിഷ്മ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ACV സ്വർണ്ണവർഷം. ACV സ്വർണ്ണവർഷത്തിൽ എന്താണ് സ്വർണ്ണ പെരുമഴയാണ്. അപ്പോൾ സ്വർണം കാത്തിരിപ്പുണ്ട് ഭാഗ്യശാലിയെ. ഒന്നിലധികം സ്വർണ്ണ നാണയങ്ങൾ ഇവിടെ കാത്തിരിപ്പുണ്ട് ഭാഗ്യശാലിയെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിൽ 12:45 വരെയുള്ള സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ മെസ്സേജ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേരും സ്ഥലം ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് നമ്പർ അയയ്ക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ. ഹലോ. ഹലോ. യെസ്, വെൽക്കം ടു ACV സ്വർണ്ണവർഷം. ആരാണ്? ഗീതു എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവനന്തപുരം. ട്രിവാൻഡ്രം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് കോള് വന്നില്ല എന്ന്. എവിടുന്നാ തിരുവനന്തപുരത്ത്? ഏത് സ്ഥലാ? തിരുവനന്തപുരം വർക്കലയിൽ നിന്നാണ്. എന്ത് ചെയ്യണു? ഞാൻ +1 പഠിക്കുന്നു. പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഗീതുവിന് ഇഷ്ടമുള്ള ഒരു നമ്പർ പറയാം. 42. ബോക്സ് നമ്പർ 42 ഒരു യെല്ലോ ബോക്സ് ആണ്. ഇതുവരെ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാ ബോക്സസും യെസ് ഈ റോയിൽ നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. 42 അല്ലേ പറഞ്ഞ ഗീതു? ബോക്സ് നമ്പർ 42 ഞാൻ തുറക്കുകയാണ് കേട്ടോ. നോയിക്കോളൂ. ബോക്സ് നമ്പർ 42 സ്വർണമുണ്ടോ, ഭാഗ്യമുണ്ടോ? നിർഭാഗ്യവശാൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ബോക്സ് നമ്പർ 42 പറയുന്നത്. ഗീതു, ഏതായാലും +2 പഠനത്തിൻ്റെ തിരക്കിനിടയിലും ഈ ഞായറാഴ്ച ഭാഗ്യം അന്വേഷിച്ച് നമ്മളെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഭാഗ്യം തേടിയെത്തും. വർക്ക് ഹാർഡ് കേട്ടോ. താങ്ക് യു ഗീതു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ACV സ്വർണ്ണവർഷത്തിൽ വളരെ സന്തോഷമുള്ള കാര്യം അക്രോസ് കേരള ഉള്ള നമ്മുടെ വ്യൂവേഴ്സ്, അത് തൃശ്ശൂരിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, അല്ലേ, കോട്ടയത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, കൊല്ലത്ത് നിന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭാഗ്യം അന്വേഷിക്കുന്നു. സ്വർണം അത് ഒരു തരിയാണെങ്കിൽ പോലും ഇപ്പോൾ ഭാഗ്യമാണ് കേട്ടോ. അത്രയും പ്രൈസ് ഹൈക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ഹലോ. ACV സ്വർണ്ണവർഷം. ആരാണ്? അനാമിക. ഓക്കെ, അനാമിക ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 6ാം
ക്ലാസ്. അനാമിക കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? സ്ഥലം ഏതാ? തിരുവല്ല. തിരുവല്ലക്കാരിയായിട്ടുള്ള അനാമിക കുട്ടി ഭാഗ്യം തേടി നമ്മുടെ ACV സ്വർണ്ണവർഷത്തിൽ വിളിച്ചിട്ട് പറയുന്ന നമ്പർ ഏതാണ്? 27. 27 ആണ് അല്ലേ? 27 അല്ലേ? 27 27 ആണ്. 27 അനാമിക കുട്ടിയുടെ ഇന്നത്തെ ഭാഗ്യ നമ്പർ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 27 ദാ ചേച്ചി ഓപ്പൺ ചെയ്യുന്നു. ബോക്സ് നമ്പർ 27 സോറി ആണ് പറയുന്നത് കേട്ടോ അനാമിക കുട്ടി. സാരയില്ല, സ്വർണം വരും, ഇനിയും വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ അനാമിക കുട്ടിയാണ് നമ്മളിപ്പോൾ വിളിച്ചത്. അനാമിക കുട്ടി ബോക്സ് നമ്പർ 27 ആണ് സെലക്ട് ചെയ്തത്. നോക്കൂ, നമ്മുടെ ഇതുവരെയുള്ള ഒരു കോളറിന് പോലും സ്വർണം ഇരിക്കുന്ന ബോക്സസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് നിങ്ങൾക്കായിരിക്കാം സാധിക്കുക. പെട്ടെന്ന് തന്നെ ലൈവിലേക്ക് വിളിക്കുക. ഓക്കെ, ACV സ്വർണ്ണവർഷത്തിലെ അടുത്ത കോളർ റെഡി. ഹലോ ACV സ്വർണ്ണവർഷം, പറയൂ ഇതാരാണ്? എൻ്റെ പേര് സുനിത. എവിടുന്ന് വിളിക്കുന്നു? ട്രിവാൻഡ്രം. തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കോളറാണ്. തിരുവനന്തപുരത്ത് എവിടെയാ സ്ഥലവും കൂടി? പൂജപ്പുരം. ഓക്കെ. അപ്പോൾ നമുക്ക് സുനിത ബോക്സ് സെലക്ട് ചെയ്യാം. 69. ബോക്സ് നമ്പർ 69 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 69ാമത്തെ ബോക്സ് ഭാഗ്യം സുനിതയ്ക്ക്. തിരുവനന്തപുരം പൂജപ്പുരക്കാരിയായിട്ടുള്ള സുനിതയ്ക്ക് ബോക്സ് നമ്പർ 69 സ്വർണ്ണ ഭാഗ്യം ഇന്ന് കൊണ്ടുവരുന്നു എന്ന് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 69ഉം സോറി എന്നാണ് പറയുന്നത്. നിരാശപ്പെടേണ്ട, വീണ്ടും ട്രൈ ചെയ്യുക, വിളിക്കുക, സ്വന്തമാക്കുക സ്വർണം. ഓക്കെ, താങ്ക് യു സുനിത, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള നമ്മുടെ തൊട്ട് മുമ്പിലത്തെ കോളർ ബോക്സ് നമ്പർ 69 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് നമ്പേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ACV സ്വർണ്ണവർഷം 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. 12 to 1 വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് നമ്പർ, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട ബോക്സ് നമ്പർ നമ്മളെ അറിയിക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ 12:45 തന്നെ അറിയിക്കണം. ഓക്കെ, അടുത്ത കോളർ റെഡി. ഹലോ, കോളർ ഡ്രോപ്പായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കോളർ കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത കോളർ വരട്ടെ. ഈ സ്വർണത്തെക്കുറിച്ച്, നമ്മുടെ ACV സ്വർണ്ണവർഷം സ്വർണ്ണമാണല്ലോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ശ്രദ്ധിച്ച ഒരു ചെറിയൊരു ന്യൂസ് പീസ് നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ആ ന്യൂസ് പീസിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്ത കോളർ റെഡിയാണ്, നമുക്ക് സംസാരിക്കാം. ഹലോ, വെൽക്കം ടു ACV സ്വർണ്ണവർഷം. ആരാണ്? അരുണിമയാണ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? അരുണിമ പൂവാറ്, കാഞ്ഞിരംകുളം പൂവാറ്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെയാണ്, പൂവാറിൽ നിന്നും. അരുണിമ, ഐശ്വര്യമായിട്ടൊരു നമ്പർ പറയാം. 49. ബോക്സ് നമ്പർ 49. യെസ്, ബോക്സ് നമ്പർ 49. ബോക്സ് നമ്പർ തിരുവനന്തപുരം പൂവാറാണല്ലേ? പൂവാറാണ്. അതെ. അവിടെ നമ്മുടെ റിസോർട്ടുകളുടെ ഒക്കെ അടുത്ത് തന്നെയാണോ വീട്? പൂവാർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. അടുത്താണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് താമസിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ സ്വർണ്ണ ഭാഗ്യവും അരുണിമയ്ക്ക് ഉണ്ടോ ഒന്ന് നോക്കണ്ടേ? അതെ, നോക്കാം. യെസ്, പൂവാറുകാരിയായിട്ടുള്ള തിരുവനന്തപുരംകാരിയായിട്ടുള്ള അരുണിമയ്ക്ക് ബോക്സ് നമ്പർ 49 ഭാഗ്യം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ മെല്ലെ ഓപ്പൺ ചെയ്യാണ് ബോക്സ് നമ്പർ 49. അരുണിമ, കൺഗ്രാറ്റുലേഷൻസ്. സ്വർണ്ണം ഉണ്ട് കേട്ടോ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ തിരുവനന്തപുരംകാരിയായിട്ടുള്ള അരുണിമ കൊണ്ടുപോയിരിക്കുകയാണ് ACV സ്വർണ്ണവർഷത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ സ്വർണ്ണ നാണയം. അപ്പൊ ഹാർട്ടി കൺഗ്രാറ്റ്സ്. ഒരുപാട് സന്തോഷം കേട്ടോ. അരുണിമ എന്ത് ചെയ്യുന്നു എന്നൊന്ന് പറഞ്ഞേ, അതൊന്നും ചോദിച്ചില്ല ഞാൻ. ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡും 2 മക്കളും. ഓക്കെ, അപ്പോൾ എന്തായാലും ഐശ്വര്യം, സന്തോഷം അല്ലേ? അതിയായ സന്തോഷം. നമുക്കും ഒരുപാട് സന്തോഷം. നമുക്കും ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെയും സന്തോഷം ACVയുടെ. അപ്പോൾ അരുണിമ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളും, സ്വർണം വീട്ടിലേക്ക് എത്തിക്കോളും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ സ്വർണം കണ്ടെത്തിയ ഭാഗ്യശാലി തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിൽ നിന്നും അരുണിമയാണ്. അരുണിമ ഹൗസ് വൈഫാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അരുണിമയ്ക്ക് സ്വർണം
അരുണിമയെ തേടി എത്തിയിരിക്കുകയാണ്. സ്വർണം അരുണിമയെ തേടി എത്തിയെന്നോ അരുണിമ സ്വർണത്തെ തേടി എത്തിയെന്നോ എങ്ങനെ പറഞ്ഞാലും എന്തായാലും ഭാഗ്യശാലി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. യെസ്, ഹലോ. ഹലോ, ACV സ്വർണ്ണ വർഷം ആരാണ്? അനിതയാണ്. എവിടുന്ന് വിളിക്കുന്നു? തിരുവനന്തപുരം. എവിടെയാണ്? എവിടെയാണ്? കൊറ്റാമം. നെയ്യാറ്റിൻകര അല്ലേ? നെയ്യാറ്റിൻകര. ഓക്കെ ഓക്കെ ഓക്കെ. അനിത എന്നല്ലേ ചേച്ചി പേര് പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ബോക്സ് സെലക്ട് ചെയ്യാം. നമ്മുടെ പ്രീവിയസ് കോളർ ഇതേ സ്വർണം കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി സ്വർണം അനിത ചേച്ചിക്ക് എത്തുമോ നോക്കാം. തിരുവനന്തപുരംകാരിയായിട്ടുള്ള അനിത ചേച്ചിക്ക് പറഞ്ഞോളൂ. നമ്പർ 18. ബോക്സ് നമ്പർ 18, നമ്മുടെ ഫസ്റ്റ് റോയൽ ബോക്സ് നമ്പർ 18 നമുക്ക് മെല്ലെ ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് നമ്പർ 18 അനിത ചേച്ചിക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അനിത ചേച്ചി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ബോക്സ് നമ്പർ 18 പറയുന്നത്. ഒട്ടും നിരാശപ്പെടണ്ട, വീണ്ടും വിളിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, ഞാൻ റീസെൻ്റ്ലി ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ആ വീഡിയോയിൽ പറയുന്നത്, ഇഫ് യു ഇൻവെസ്റ്റ് 1 lakh rupees ഓൺ ഗോൾഡ് ടുഡേ, ഇപ്പം നമ്മൾ ഈ സമയത്ത് 1 ലക്ഷം രൂപ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ 2050 2050 ആകുമ്പോഴേക്കും, അതായത് കഷ്ടിച്ചൊരു 24-25 വർഷം കഴിയുമ്പോൾ അത് ഏകദേശം 10 ലക്ഷം രൂപയുള്ള മൂല്യമുള്ള അത്രയും ഗ്രോത്ത് വരും എന്നാണ് പറയുന്നത് കേട്ടോ. സാധ്യത നമുക്കറിയില്ല ഇതൊക്കെ സംഭവിക്കുമ്പോൾ മാത്രം, പക്ഷേ അത് സംഭവിക്കാനാണ് ഏറ്റവും സാധ്യത. ഇപ്പം ഇങ്ങനെ കയറി പോകുന്നൊരു ഗ്രാഫ് നമുക്കറിയാലോ. അടുത്ത കോളർ റെഡിയാണ്. ഹലോ. ഹലോ, ACV സ്വർണ്ണ വർഷം ആരാണ്? ഇത് പാലക്കാട് പ്രസന്ന. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ, നമ്മുടെ പരിപാടിയിൽ ഇന്ന് ഒരുപാട് പേര് ഹൗസ് വൈഫാണ്. അപ്പൊ പ്രസന്ന ചേച്ചി ഒരു നമ്പർ സെലക്ട് ചെയ്യാം. 32 ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത്. യെസ്, 32 ബോക്സ് നമ്പർ 32 പ്രസന്ന ചേച്ചി പാലക്കാട് നിന്ന് വിളിക്കുന്നു. ഭാഗ്യം കൊണ്ട് എത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 32. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനിയും വിളിക്കണം കേട്ടോ ചേച്ചി. ഒരുപാട് സന്തോഷം. നമ്മുടെ പരിപാടിയുടെ ഒരു വിജയവും അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കോൾസ് പാലക്കാട്, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം, കൊല്ലമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കോളർ എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ഹലോ. യെസ്, വെൽക്കം ടു ACV സ്വർണ്ണ വർഷം. എവിടുന്നാണ്? നമ്മുടെ പ്രീവിയസ് കോളർ പാലക്കാട് നിന്നാണ്. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. ഓക്കെ, അപ്പൊ വീട്ടമ്മയായിട്ടുള്ള രാധ ചേച്ചി ഐശ്വര്യമായിട്ട് ഇഷ്ടപ്പെട്ട നമ്പർ പറയാം. 45. ബോക്സ് നമ്പർ 45 ആണ്. ബോക്സ് നമ്പർ 45 പാലക്കാട് നിന്ന് വിളിക്കുന്ന രാധ ചേച്ചിക്ക് സ്വർണം നൽകുന്നു, ഭാഗ്യം എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 45 ഞാൻ മെല്ലെ തുറക്കുന്നു. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ബോക്സ് നമ്പർ 45 പറയുന്നത്. സാരമില്ല ചേച്ചി, എന്താ പറയാ, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, താങ്ക് യു, കീപ് ട്രൈയിങ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് തുടരെ ശ്രമിക്കുന്നവരെ തേടിയെത്തുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഭാഗ്യം വെറുതെ വരില്ല. തുടരെ ശ്രമിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട. ചിലപ്പോൾ അടുത്ത ട്രയലായിരിക്കാം നിങ്ങൾക്ക് സ്വർണ്ണം ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ACV സ്വർണ്ണ വർഷത്തിലെ അടുത്ത കോളർ തയ്യാറാണ്. ഹലോ. യെസ്, ACV സ്വർണ്ണ വർഷം ആരാണ്? എന്റെ പേര് സനൽകുമാർ എന്നാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? വട്ടിയൂർക്കാവിൽ നിന്നാണ് വിളിക്കുന്നത്. വട്ടിയൂർക്കാവിൽ എവിടെയാ? വട്ടിയൂർക്കാവ് കാവല്ലൂർ എന്ന് പറയും. ഓക്കെ. സനൽകുമാർ ഫ്രം കാവല്ലൂർ, വട്ടിയൂർക്കാവ്. ഐശ്വര്യമായിട്ട് ഭാഗ്യം പതിയിരിക്കുന്ന ആ നമ്പർ പറയാം. 33 ബോക്സ് നമ്പർ 33. യെസ്, ബോക്സ് നമ്പർ 33യിൽ സനൽകുമാർ ഫ്രം കാവല്ലൂരിന് ഭാഗ്യം ഇന്ന് എത്തുന്നുണ്ടോ, സ്വർണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ബോക്സ് നമ്പർ 33 അല്ലേ? 33. യെസ്, ഞാൻ മെല്ലെ തുറക്കുന്നു. ബോക്സ് നമ്പർ 33. യെസ്, ബോക്സ് നമ്പർ 33. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, വേണ്ട, വിഷമിക്കണ്ട. യെസ്, പക്ഷെ വീണ്ടും ശ്രമിക്കാം. ഓക്കെ, ഒരുപാട് സന്തോഷം.
ഓക്കെ, വളരെ താങ്ക് യു. സന്തോഷം. Okay. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ സനൽകുമാർ ഫ്രം കാവല്ലൂരാണ് നമ്മളോട് സംസാരിച്ചത്. ബോക്സ് നമ്പർ 33 ഓപ്പൺ ചെയ്തു. ഇതുവരെ ഇന്നത്തെ എപ്പിസോഡിൽ ഒറ്റ ആളാണ് കറക്റ്റ് ബോക്സ് സ്വർണം ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്ന ബോക്സ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു കോളറിന് സ്വർണം കിട്ടി. ഇനി മറ്റ് ജില്ലയിൽ നിന്നുള്ള ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ, ACV സ്വർണ്ണവർഷം, പറയൂ ആരാണ്? ശുഭ. എന്ത് പറ്റി ശുഭ? ഒരു എനർജി ഇല്ലല്ലോ ഞായറാഴ്ചയായിട്ട്. എവിടുന്ന് വിളിക്കുന്നു? കൊടുങ്ങല്ലൂർ SM-പുരം. ഓക്കെ ഓക്കെ. ശുഭ ഹൗസ് വൈഫ് ആണോ സ്റ്റുഡന്റ് ആണോ? അതെ, ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. ഒരു ഉന്മേഷക്കുറവുണ്ട്. അത് പറ്റില്ല കേട്ടോ. നല്ല ഉന്മേഷത്തോടുകൂടി ഒരു നമ്പർ പറഞ്ഞേ, സ്മാർട്ടായിട്ട്. 70. ബോക്സ് നമ്പർ 70 അവസാനത്തെ നമ്പറാണ്. നമ്മുടെ 11 to 70 ആണ് കേട്ടോ. ബോക്സ് നമ്പർ 70 ആണ് ശുഭ എന്താണ് ശുഭ പ്രതീക്ഷയോടുകൂടി തുറക്കാൻ പറഞ്ഞിരിക്കുന്നത്. ബോക്സ് നമ്പർ 70 ശുഭയ്ക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് നമുക്ക് നോക്കാം. യെസ്, ബോക്സ് നമ്പർ 70. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ശുഭയോട് പറയുന്നത്. ഓക്കെ ശുഭ, അപ്പോൾ എന്തായാലും വീണ്ടും വിളിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ 11 മുതൽ 70 വരെയുള്ള നമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ബോക്സസ്. ആ ബോക്സിൽ ഒന്നിലധികം ബോക്സുകളിൽ സ്വർണ്ണ നാണയമുണ്ട്. ആ സ്വർണം കൃത്യമായി കണ്ടെത്തുന്ന നമ്മൾ ഈ എന്താ പറയുക, ആൽക്കെമിസ്റ്റിൽ സാന്റിയാഗോ ഇങ്ങനെ നിധി തേടി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത്ര എഫേർട്ടൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ നിധി സ്വന്തമാക്കാം. ഒന്ന് കോൾ ചെയ്ത് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാൽ മതി. അടുത്ത കോളർ റെഡി. ഹലോ ഹലോ, ഇത് ആരാണ്? എന്താണ്? ഇർഫാന. ഓക്കെ ഇർഫാന, എവിടുന്ന് വിളിക്കുന്നു മോളെ? എവിടുന്ന് വിളിക്കുന്നു? സ്ഥലം എവിടെയാ മോളുടെ? മണ്ണാർക്കാടാണോ? മണ്ണാർക്കാടാണോ? അല്ല, എവിടെയാ? പാലക്കാടാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇർഫാനെ കൂടി പെട്ടെന്നൊരു നമ്പർ പറഞ്ഞേ. പട്ടാമ്പിയുടെ അടുത്തോ? പട്ടാമ്പിയാണ്. ഓക്കെ ഓക്കെ. പട്ടാമ്പി പാലക്കാട്. പട്ടാമ്പിയിൽ നിന്ന് ഇർഫാനെ കുട്ടി നമ്പർ പറഞ്ഞോളൂ. നമ്പർ 11. ആദ്യത്തെ നമ്മുടെ ലാസ്റ്റ് കോളർ 70 സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇർഫാനെ കുട്ടി പട്ടാമ്പി പാലക്കാട് നിന്ന് ബോക്സ് നമ്പർ 11 ആണ്. ഇത് ആരാ പിന്നെ നമ്പർ പറഞ്ഞു തരുന്നേ? ഉമ്മയാണോ ഉപ്പയാണോ? ഉമ്മയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഉമ്മയുടെ അന്വേഷണം പറയൂ. അപ്പോൾ ഉമ്മയ്ക്ക് ബോക്സ് നമ്പർ 11 ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 11 മോളു സോറി എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത തവണ തീർച്ചയായിട്ടും സ്വർണം കിട്ടട്ടെ. എല്ലാ ആശംസകളും. അപ്പോൾ ഉമ്മയോട് സ്നേഹാന്വേഷണം അറിയിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ACV സ്വർണ്ണവർഷത്തിൽ ബോക്സ് നമ്പർ 11ഉം 70യും നമ്മുടെ അടുപ്പിച്ചടുപ്പിച്ച് വിളിച്ച 2 കോളേഴ്സാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ ബോക്സ് നമ്പർ 11ലും ബോക്സ് നമ്പർ 70യിലും സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റേതൊക്കെയോ ബോക്സസിൽ സ്വർണ്ണമുണ്ട്. നിങ്ങൾ കൃത്യമായി വിളിച്ച് ആ ബോക്സ് കണ്ടെത്തുകയാണ് എങ്കിൽ ആ സ്വർണം നിങ്ങൾക്ക് സ്വന്തം. അപ്പോൾ ACV സ്വർണ്ണവർഷത്തിലെ നെക്സ്റ്റ് കോളർ ഇസ് റെഡി. ഹലോ ഹലോ ഹലോ, ACV സ്വർണ്ണവർഷം, ആരാണ്? സുലേഖയാണോ പേര്? അതെ. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? കായംകുളം. ഓക്കെ, കായംകുളത്ത് നിന്നും സുലേഖ സെലക്ട് ചെയ്യുന്ന നമ്പർ പറയാം. 51. ബോക്സ് നമ്പർ 51. ACV സ്വർണ്ണവർഷത്തിൽ ബോക്സ് നമ്പർ 51 കായംകുളത്ത് നിന്ന് വിളിച്ച് സുലേഖ ചേച്ചിക്ക് സ്വർണം എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ബോക്സ് നമ്പർ 51 ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ബോക്സ് നമ്പർ 51. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് സുലേഖ ചേച്ചിയോട് പറയുന്നത്. ഓക്കെ ചേച്ചി, അപ്പോൾ എന്തായാലും വീണ്ടും ശ്രമിക്കുക. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു ലഞ്ചൊക്കെ കഴിക്കാൻ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആണ് ഈ സ്വർണ്ണവർഷത്തിൽ വിളിക്കുക, ബോക്സ് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്ത് നോക്കുക എന്നുള്ളത്. നമുക്ക് നോക്കുക എത്രമാത്രം ഒരുപാട് ചേച്ചിമാരാണ് കേട്ടോ. ഒരുപാട് സ്ത്രീകൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ അടുക്കള തിരക്കൊക്കെ മാറ്റി വെച്ച് ഓടി വന്ന് ഈ ഞായറാഴ്ച നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ അടുത്ത കോളർ റെഡിയാണ്, നമുക്ക് നോക്കാം. ഹലോ
ഹലോ, ACV സുവർണവർഷം ആരാണ്? ഞാൻ അമ്പലപ്പുഴയിൽ നിന്ന് ഷൈനിയാണ് വിളിക്കുന്നത്. അമ്പലപ്പുഴ നിന്നും ഷൈനി. ഐശ്വര്യമായിട്ടൊരു നമ്പർ പറഞ്ഞോളൂ. 37. 37 അമ്പലപ്പുഴ നിന്നും ഷൈനി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്പർ. അമ്പലപ്പുഴ നിന്നുള്ള ഷൈനിക്ക് എന്താണ് ഇന്ന് ഷൈൻ ചെയ്യുന്ന സ്വർണം ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 37 മെല്ലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് നമ്പർ 37 തൽക്കാലം ഇന്ന് ഷൈൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് ഷൈനി. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ബൈ. വീണ്ടും ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കാണ്. ACV സ്വർണവർഷം തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. യെസ്, വെൽക്കം ബാക്ക് ടു ACV സ്വർണവർഷം വൺസ് അഗൈൻ. അപ്പോൾ ഈ ഞായറാഴ്ച പതിവ് പോലെ 12 മുതൽ 1 മണി വരെയുള്ള സമയം, ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. പെട്ടെന്ന് വിളിച്ചോളൂ കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മുടെ കോളർ റെഡിയാണ്. ഹലോ. യെസ്, ACV സ്വർണവർഷം. ഓക്കെ, പേര്? എന്ത് ചെയ്യണോ? ജോലി ചെയ്യാണോ ചേട്ടൻ? ഓക്കെ ചേട്ടാ, അപ്പോൾ നമ്പർ പറഞ്ഞോളൂ കേട്ടോ. പെട്ടെന്ന് വേഗം ഇഷ്ടമുള്ള നമ്പർ പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 63 ആണ്. 63ാമത്തെ ബോക്സ് ആണ് ശശിധരൻ ചേട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ തുറന്ന് നോക്കാം ശശിധരൻ ചേട്ടൻ എന്ന ഭാഗ്യം കടാക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബോക്സ് നമ്പർ 63 ഞാൻ മെല്ലെ ഓപ്പൺ ചെയ്യുന്നു. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ശശിധരൻ ചേട്ടനോട് പറയുന്നത് കേട്ടോ. ബോക്സ് നമ്പർ 63. അപ്പോൾ എന്തായാലും സന്തോഷം വിളിച്ചതിൽ. വീണ്ടും ശ്രമിക്കാം. ഓക്കെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ബൈ. അപ്പോൾ ACV സ്വർണവർഷത്തിൽ ആദ്യത്തെ അരമണിക്കൂർ സമയം കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് വെറും അരമണിക്കൂറാണ്. വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നവരോട് നിങ്ങൾക്കിനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യേണ്ട ബോക്സിൻ്റെ നമ്പർ ഇതുകൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ അത് 12:45 വരെ മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത കോളർ റെഡിയാണ്. ഹലോ. ACV സ്വർണവർഷം ആരാണ്? ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു? ചിറ്റൂര്. ഇന്ന് ഒരുപാട് കോളേഴ്സ് പാലക്കാട് നിന്നാണ് കേട്ടോ. പട്ടാമ്പി, പാലക്കാട്, ചിറ്റൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വസന്ത ചേച്ചി നല്ലൊരു നമ്പർ പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. 31 വസന്ത ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 31. ബോക്സ് നമ്പർ 31 വസന്ത ചേച്ചിയെ കാത്തിരിക്കുന്നു. നമുക്ക് മെല്ലെ തുറന്ന് നോക്കാം. 31 ഭാഗ്യം സ്വർണം ഉണ്ടോ എന്ന്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ചേച്ചിയോട് 31ാമത്തെ ബോക്സ് പറയുന്നത്. അപ്പോൾ ചേച്ചി നിരാശപ്പെടണ്ട കേട്ടോ, വീണ്ടും വിളിച്ചോളൂ, ശ്രമിച്ചോളൂ. ഓക്കെ, താങ്ക് യു. ഭാഗ്യം എപ്പോഴും അങ്ങനെയാണ് അല്ലേ. വീണ്ടും 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 ശ്രമിക്കുന്നവർക്ക്, എഫേർട്ട് ഇടുന്നവർക്കുള്ളതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഭാഗ്യം ഒരിക്കലും നമ്മളെ തേടിയെത്തില്ല. അപ്പോൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക. ഒരുപക്ഷെ നമ്മളിനി കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ശ്രമമായിരിക്കാം വിജയം നമ്മളിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ACV സ്വർണവർഷത്തിലെ നെക്സ്റ്റ് കോളർ ഇസ് ഓൺലൈൻ. ഹലോ, പറഞ്ഞോളൂ. ACV സ്വർണവർഷം ആരാണ്? എന്റെ പേര് റംഷീല. എവിടെ നിന്ന് വിളിക്കുന്നു? ആലുവ. എറണാകുളം ജില്ലയിലേക്ക് എത്തി. നമ്മൾ പാലക്കാട് ചുറ്റിത്തിരിയായിരുന്നു ഇപ്പൊ കുറച്ച് സമയമായിട്ട്. ഓക്കെ, ആലുവയിൽ എന്തുണ്ട് വിശേഷം? സുഖം. ലഞ്ചൊക്കെ കഴിഞ്ഞോ? ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? കഴിയുന്നു. ആ തിരക്കിനിടയിൽ ഒന്ന് ഓടി വന്നതാണ്. അപ്പൊ റംഷീല സമയം ഒട്ടും വൈപ്പിക്കേണ്ട, പെട്ടെന്ന് നമ്പർ പറഞ്ഞോളൂ. എന്റെ നമ്പർ 26. 26 എന്താണ് ആ നമ്പർ സെലക്ട് ചെയ്യാൻ കാര്യം? സെലക്ട് ചെയ്യാൻ കാര്യമൊന്നുമില്ല, എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ്. മുന്നേ കിട്ടിയിട്ടുണ്ട്. അന്ന് 26 ആണോ ഭാഗ്യം കൊണ്ടുവന്നത്? അല്ല, 20 എങ്ങാണ്ടായിരുന്നു. ആണ്. അപ്പൊ ഇന്ന് 26ലേക്കൊന്ന് നമ്മൾ ചാടി നോക്കുകയാണല്ലേ. നമുക്ക് ശ്രമിച്ചു നോക്കാം. യെസ്, റംഷീല ഫ്രം ആലുവ ബോക്സ് നമ്പർ 26 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ബോക്സ് നമ്പർ 26. ഓക്കെ റംഷീല, സന്തോഷം. വീണ്ടും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ പ്രീവിയസ്ലി ഒരിക്കൽ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്, സ്വർണം കിട്ടിയിട്ടുള്ള ആളാണ് റംഷീല വീണ്ടും ട്രൈ ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 26 ആണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇനി അവശേഷിക്കുന്ന കുറേ ബോക്സസ് ഉണ്ട് കേട്ടോ. ആ ബോക്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം, വിളിക്കാം.
സെലക്ട് ചെയ്യാം. കോളർ റെഡി. ഹലോ. ഹലോ. യെസ്, ACV സ്വർണ്ണവർഷം. ആരാണ്? അഖില്. എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയം. എന്ത് ചെയ്യണു അഖിൽ? പഠിക്കുകയാണോ? അല്ല, ജോലി ചെയ്യുക. ആഹാ, ഏത് ഫീൽഡാണ്? മൊബൈൽ ടെക്നീഷ്യൻ. ഓക്കെ, അപ്പൊ അഖിൽ ഫ്രം കോട്ടയമാണ്. നമ്പർ സെലക്ട് ചെയ്തോളൂ. 25. ബോക്സ് നമ്പർ 25 ആണ് അഖിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 25 അഖിൽ ഫ്രം കോട്ടയം സെലക്ട് ചെയ്യുമ്പോൾ 25ാമത്തെ പെട്ടി അത് സ്വർണ്ണ പെട്ടിയാണോ എന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാം. യെസ്, ബോക്സ് നമ്പർ 25. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നു അഖിൽ. ഓക്കെ, നിരാശപ്പെടണ്ട. ഭാഗ്യം നിരന്തരം ശ്രമിക്കുന്നവരെ തേടിയെത്തുന്നതാണ്. അപ്പോൾ വീണ്ടും ശ്രമിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ അഖിൽ ഫ്രം കോട്ടയമാണ്, മൊബൈൽ ടെക്നീഷ്യനാണ്. അഖിൽ ബോക്സ് നമ്പർ 25 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇനിയും അവശേഷിക്കുന്ന ബോക്സ്, നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അടുത്ത കോളർ റെഡിയാണ്. ഹലോ. ഹലോ. യെസ്, വെൽക്കം ടു ACV സ്വർണ്ണവർഷം. ആരാണ്? എന്താണ്? വൈശാഖ്. എവിടെ നിന്ന് വിളിക്കുന്നു? വൈശാഖ്. കൊല്ലം. ഓക്കെ, പഠിക്കുകയാണോ? വർക്ക് ചെയ്യാണോ? എന്തിനു പഠിക്കുന്നു? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. പേരൊന്നുകൂടി പറയൂ. വൈശാഖ്. യെസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വൈശാഖ് കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. നമ്പർ പറഞ്ഞോളൂ. നമ്പർ 43. എന്താണ് പെട്ടെന്ന് 43 മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നോ? ഇല്ല. ഇപ്പൊ തോന്നിയതാണോ പറയാൻ? ഓക്കെ, അപ്പൊ എന്തായാലും 43 നമുക്ക് നോക്കാം. 7 എങ്ങാനും ഭാഗ്യ നമ്പർ ആണോ വൈശാഖിന്റെ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. 43, ബോക്സ് നമ്പർ 43. നിരാശപ്പെടേണ്ട, വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ബോക്സ് നമ്പർ 43 പറയുന്നത്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പോൾ വൈശാഖ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കിടിലമായിട്ട് പഠിക്കൂ. ഭാവിയിൽ നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് വരട്ടെ. എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോളേഴ്സ് ഭാഗ്യം തേടി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ കോളർ വൈശാഖ് ബോക്സ് നമ്പർ 43 ആണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ സ്വർണം, ഭാഗ്യം, ഐശ്വര്യം അല്ലേ, ധനം ആണ്. ആ സ്വർണ്ണ വർഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്വർണം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ റെഡി. ഹലോ. ACV സ്വർണ്ണവർഷം. ആരാണ്? നന്ദന. എവിടെ നിന്ന് വിളിക്കുന്നു? നന്ദന. തിരുവനന്തപുരം. എവിടുന്നാണ്? ട്രിവാൻഡ്രത്ത്. എവിടെയാ സ്ഥലം? പാറശാല. ഓക്കെ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു മോളെ? 9. ഓക്കെ, പെട്ടെന്നൊരു നമ്പർ പറഞ്ഞോളൂ നന്ദനക്കുട്ടി. 67. ബോക്സ് നമ്പർ 67 ആണ് നന്ദനക്കുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. 67 അല്ലേ? 57 ആണ്. യെസ്, ബോക്സ് നമ്പർ 57 57 ആണ്. 57ഉം 67ഉം നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരുപോലെ സൗണ്ട് ചെയ്യുമല്ലോ. ഫോൺ ക്ലിയർ അല്ലെങ്കിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ബോക്സ് നമ്പർ 57 ആണ് നന്ദന ഫ്രം പാറശാല ട്രിവാൻഡ്രം സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ബോക്സ് നമ്പർ 57 57. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, നന്ദനക്കുട്ടി പോയോ? നന്ദന പോയോ? കോള് ഡ്രോപ്പായി പോയി. അപ്പോൾ എന്തായാലും നന്ദനക്കുട്ടിയാണ്, പാറശാല നിന്നാണ് വിളിച്ചത്, ട്രിവാൻഡ്രത്ത്. ബോക്സ് നമ്പർ 57 സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി അവശേഷിക്കുന്ന കുറേ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 13, 15, 16, 17, 20 ഫസ്റ്റ് റോയിൽ. അപ്പം നമ്മുടെ അടുത്ത കോളർ റെഡി. ഹലോ. ACV സ്വർണ്ണവർഷം. ആരാണ്? ഗീതികയാണോ? ഗിരിജ. ഓക്കെ. മീയന്നൂർ ആവുമ്പോഴേക്കും കൊല്ലം ജില്ലയാണ്. യെസ്, എനിക്കറിയാം. അപ്പോൾ ചേച്ചി നമ്പർ പറഞ്ഞോളൂ കേട്ടോ. 44 ആണ്. എന്താണ് ഈ 44 സെലക്ട് ചെയ്യാൻ കാര്യം? അതെ 44 ഒറ്റയ്ക്ക് നിൽക്കുക. ശരിയാണ് കേട്ടോ. 44ന്റെ 43, 45,
42 ഒക്കെ പോയി. ഇവിടെ നടുക്കിങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും എന്നെ തുറക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഗിരിജ ചേച്ചിയാണ് തുറന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഭാഗ്യമുണ്ടോ എന്നുള്ളത് നോക്കാം. മീയന്നൂരിൽ നിന്നും ഗിരിജ ചേച്ചി 44 സെലക്ട് ചെയ്യുമ്പോൾ 44 വിഷമിച്ചിരിക്കുകയാണ്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. 44 വിഷമാണ് ഗിരിജ ചേച്ചിക്ക് സ്വർണം തരാൻ പറ്റാത്തതിന്റെ. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി സന്തോഷം വിളിച്ചതിൽ വീണ്ടും ശ്രമിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഭാഗ്യം എപ്പോഴും അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നവർക്ക്, ശ്രമിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ് ഭാഗ്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടൊരു കാര്യം, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക, വിളിക്കുക. കോള് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ, ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. വാട്സാപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ട നമ്പർ നമ്മളെ അറിയിക്കാം. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ TV സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വാട്സാപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ വാട്സാപ്പ് മാത്രമാണ്. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോള് കണക്റ്റഡ് ആവില്ല. അപ്പോൾ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറും അയക്കാം. 12:45 വരെ മാത്രമേ നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത കോളർ റെഡി. ഹലോ ACV സ്വർണ്ണവർഷം, ആരാണ്? തഹസീൻ. പേര്? തെഹസീൻ. ഓക്കെ, തഹസിൻ എവിടെ നിന്ന് വിളിക്കുന്നു? മലപ്പുറം. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇന്നത്തെ ആദ്യത്തെ കോളറാണ് കേട്ടോ. നമ്മൾ ആ പാലക്കാട് കോഴിക്കോട് വരെ എത്തി, പക്ഷെ മലപ്പുറത്തേക്ക് എത്തിയിട്ടില്ലായിരുന്നു. തഹസിൻ എന്ത് ചെയ്യുന്നു? പഠിക്കാണോ? ടീച്ചറാണ്. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷ്. ഓക്കെ. അപ്പോൾ എന്തായാലും തഹസിൻ, അധ്യാപികയായിട്ടുള്ള തഹസിൻ ഫ്രം മലപ്പുറം, ഇഷ്ടപ്പെട്ട നമ്പർ പറയാം സന്തോഷത്തോടെ. 65 തഹസിൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 65 അല്ലേ? 65 അല്ലേ? 65 പറഞ്ഞിരിക്കുന്നത്. ബോക്സ് നമ്പർ 65. മലപ്പുറത്ത് നിന്ന് വിളിച്ച ഇംഗ്ലീഷ് അധ്യാപികയായിട്ടുള്ള തെഹസിന് ഭാഗ്യം കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 65 മെല്ലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നോ, ബോക്സ് നമ്പർ 65 ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ഇംഗ്ലീഷ് ടീച്ചറിനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്ന് എന്താണ് സൺഡേ ആയിട്ട് സ്പെഷ്യൽ? എന്താണ് ലഞ്ചിന്? ഇന്ന് നമ്മളുടെ ഇവിടെ നേർച്ചയൊക്കെ ഉണ്ട്, അപ്പൊ അതിന്റെ ഫുഡൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നു ഫുഡ്. ഓക്കെ, അപ്പൊ ഒന്ന് കുക്ക് ചെയ്യേണ്ട ഒരു ഇതിലേക്ക് പോയില്ല അല്ലേ ഇന്ന്? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം തഹസിൻ വിളിച്ചതിൽ. വീണ്ടും ശ്രമിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അധ്യാപികമാര്, ഓക്കെ, താങ്ക് യു. അധ്യാപികമാരെന്ന് പറഞ്ഞാൽ എപ്പോഴും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു നല്ലൊരു ടീച്ചറാണ് നമ്മുടെ പ്രീവിയസ് കോളറായിരുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിച്ചത് തെഹസിൻ. ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹാർഡ് വർക്കാണ് എപ്പോഴും നമ്മളെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഹാർഡ് വർക്കിനൊപ്പം അല്പം ഭാഗ്യം കൂടി വേണം. അപ്പോൾ ഭാഗ്യം വർക്ക് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് കോളർ ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ലൊരു കോളറാണ്. ഭാഗ്യം കൂടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹലോ യെസ്, ACV സ്വർണ്ണവർഷം, ആരാണ്? ഹലോ, പറഞ്ഞോളൂ, ആരാണ്? സതീഷ് കുമാർ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സതീഷ് കുമാർ. ഓക്കെ, പെട്ടെന്നൊരു ബോക്സ് സെലക്ട് ചെയ്യാം നമുക്ക്. 13. ബോക്സ് നമ്പർ 13 സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റോയിൽ നിന്ന് ബോക്സ് നമ്പർ 13 സതീഷ് കുമാറിന് ഭാഗ്യം കൊണ്ടെത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 13. ലെറ്റ്സ് ഓപ്പൺ ബോക്സ് നമ്പർ 13 ആൻഡ് സീ ഇഫ് there is luck inside. ബോക്സ് നമ്പർ 13. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത് സതീഷ് കുമാറിനോട്. എന്തായാലും സന്തോഷം സതീഷ് കുമാർ വിളിച്ചതിൽ. ബോക്സ് നമ്പർ 13. തൽക്കാലം ഇന്ന് 13-ൽ സ്വർണ്ണമില്ല എന്നുള്ളതാണ്. താങ്ക്സ് ഫോർ കോളിംഗ് വൺസ് അഗൈൻ. അപ്പോൾ ഇനി മുകളിലത്തെ റോയിൽ വെറും 4 ബോക്സസ് ആണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ അവശേഷിക്കുന്നത്. 15, 16, 17, 20. സെക്കൻഡ് റോയിൽ കുറച്ചുകൂടി ബോക്സസ് അവൈലബിൾ ആണ്. 21, 22, 23, 24, 28, 30. ഇനി നമ്മുടെ ബ്ലൂ ബോക്സസിലേക്ക് വരികയാണെങ്കിൽ 34, 36, 38, 39, 40 ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത കോളർ റെഡിയാണ്. ഏത് ബോക്സാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കാം. ഹലോ ഹലോ, ACV സ്വർണ്ണവർഷം, ഇതാരാണ്?
ബ്രൈലോൺ ബിനോർഗി. പേരെന്താണ്? ബ്രൈലോൺ ബിനോർഗി ബ്രൈനോൺ ആണോ? ആണ്. മക്കളെ, നിന്നെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? കുട്ടൂസ്. ആ, കുട്ടൂസ് മതി, അതാണ് ചേച്ചിക്ക് സൗകര്യം. എവിടുന്നാ വിളിക്കുന്നേ? ആലപ്പുഴ. ആലപ്പുഴ നിന്നും കുട്ടൂസ്. ഏത് ക്ലാസ്സിലായി? 3. 3-ാം ക്ലാസ്. ഓക്കെ ഓക്കെ. അപ്പൊ മോനെ പെട്ടെന്നൊരു നമ്പർ പറയാവോ ചേച്ചിയോട്? 40. 40 ആണോ 50 ആണോ? അച്ഛനാണോ ബാക്കി ഇരിക്കുന്നത്? 40 ആണ്. 40 മതി. ഓക്കെ. അപ്പൊ ആ 40 ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, നമ്മുടെ പ്രേക്ഷകരോടായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ട സമയം ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ അയച്ചിട്ടുള്ള വാട്സാപ്പ് മെസ്സേജസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനിമേൽ അങ്ങോട്ട് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലേക്കായിട്ട് ദയവേത് വാട്സാപ്പ് മെസ്സേജ് അയക്കേണ്ട. അപ്പോൾ കുട്ടൂസ് ബോക്സ് നമ്പർ 40 ആണ് പറഞ്ഞല്ലേ? 40. യെസ്, ബോക്സ് നമ്പർ 40 ആണ് കുട്ടൂസ് പറഞ്ഞത്. ബോക്സ് നമ്പർ 40 ഇതാ ഓപ്പൺ ചെയ്യാണ്. നോക്കാട്ടോ ഭാഗ്യം ഉണ്ടോ മോന് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് സോറി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത് കുട്ടൂസ്. ഓക്കെ, കുട്ടൂസ് പോയോ ആ വഴി? കുട്ടൂസ് വീണ്ടും ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പോൾ എന്തായാലും ബോക്സ് നമ്പർ 40 ആണ് നമ്മുടെ പ്രീവിയസ് കോളർ ഓപ്പൺ ചെയ്തത്. അതിൽ സ്വർണം ഉണ്ടായിരുന്നില്ല, പക്ഷേ സ്വർണം ഒളിച്ചിരിപ്പുണ്ട്. സ്വർണം ഏതൊക്കെയോ ബോക്സുകളിലുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തുക, തിരഞ്ഞെടുക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ റെഡി. ഹലോ ഹലോ ഹലോ, ACV സ്വർണ്ണവർഷം ആരാണ്? അരുൺ രാജ്, എറണാകുളം. ഓക്കെ, എന്ത് ചെയ്യണു അരുൺ രാജ്? ഞാനിപ്പോ വർക്കൊന്നും ചെയ്യുന്നില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. എറണാകുളത്ത് എവിടെയാണ്? പ്രോപ്പർ എറണാകുളം ആണോ? എടപ്പള്ളി എന്ന് പറയും. ആ, എടപ്പള്ളിയിലാണ്. ഓക്കെ. അപ്പൊ അരുൺ രാജ് ഒരു നമ്പർ പറഞ്ഞോളൂ, ഇഷ്ടപ്പെട്ട നമ്പർ. 28. ബോക്സ് നമ്പർ 28 ആണ് അരുൺ രാജ് ഫ്രം ഇടപ്പള്ളി സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 28 നമുക്ക് ഓപ്പൺ ചെയ്യാം. അരുൺ രാജിന് ഇന്നത്തെ എപ്പിസോഡിൽ ബോക്സ് നമ്പർ 28 ഭാഗ്യം കൊണ്ടെത്തിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 28. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അരുൺ രാജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അരുൺ വീണ്ടും ശ്രമിക്കുക കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ACV സ്വർണ്ണവർഷത്തിൻ്റെ സമയം ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക, വിളിക്കുക. 11 മുതൽ 70 വരെയുള്ള നമ്പേഴ്സിൽ 11ഉം 70ഉം പോയി കഴിഞ്ഞു. ഓപ്പൺ ആയിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കോളർ ഈസ് ഓൺലൈൻ റെഡി. ഹലോ വെൽക്കം ടു ACV സ്വർണ്ണവർഷം. ആരാണ്? എൻ്റെ പേര് തോമസ് എന്നായിരുന്നു, പത്തനംതിട്ടയിലായിരുന്നേ. ഓ, പത്തനംതിട്ട എവിടെയാണ്? പ്രോപ്പർ പത്തനംതിട്ടയാണോ? കൈപ്പറ്റൂർ എന്ന് പറയും, പന്തളത്തിനടുത്ത്. കൈപ്പട്ടൂർ. ഓക്കെ. അപ്പം ഒരു നമ്പർ സെലക്ട് ചെയ്തോളൂ. 23. ബോക്സ് നമ്പർ 23 ആണ് പത്തനംതിട്ട ജില്ലയിൽ കൈപ്പട്ടൂരിൽ നിന്നും തോമസ് സാറ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 23 അല്ലേ പറഞ്ഞത്? 23. ബോക്സ് നമ്പർ 23. ഭാഗ്യം ഇന്ന് കൈപ്പട്ടൂരേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 23. സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നു. ഓക്കെ. ഓക്കെ, അപ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ സർ. താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു. ഇപ്പോൾ ബോക്സ് നമ്പർ 23 ആണ് നമ്മുടെ കൈപ്പട്ടൂരുകാരൻ തോമസ് സാറ് സെലക്ട് ചെയ്തത്. ഞാനിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. നമുക്ക് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, അതുപോലെ എറണാകുളം, തൃശ്ശൂർ, ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിൽ നിന്നും കോള് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇനിയിപ്പോൾ കാസർഗോഡ്, കണ്ണൂർ മാത്രമാണ് നമുക്ക് കോള് വെയിറ്റ് ചെയ്തിരിക്കുന്നത്, വന്നിട്ടില്ല ഇതുവരെ. കാണുന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. ഹലോ ACV സ്വർണ്ണവർഷം, ഇതാരാണ്? ജോബിന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു ജോബിന? കൊല്ലം കൊട്ടാരക്കര. ജോബിന, അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് നന്നായിട്ട് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കുമോ? ഹലോ. ഓക്കെ, എന്ത് ചെയ്യണു ജോബിന? പഠിക്കാണോ? ഏത് ക്ലാസ്സിലാ? 9th ക്ലാസ്. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ടൊരു നമ്പർ പറഞ്ഞാട്ടെ. 22. ബോക്സ് നമ്പർ 22 ആണ്. ജോബിന ഫ്രം കൊട്ടാരക്കര, കൊല്ലം ജില്ലയിൽ നിന്നാണ്. നമുക്ക് മെല്ലെ ഓപ്പൺ ചെയ്യാം. ജോബിനയ്ക്ക്
ഹാപ്പിനെസ് ഈ ബോക്സ് കൊണ്ടുതരുന്നു എന്നുള്ളത്. ബോക്സ് നമ്പർ 22, സോറി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ജോബിനിയോട് പറയുന്നത്. ഒട്ടും നിരാശപ്പെടേണ്ട, വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവർക്കുള്ളതാണ് വിജയം. വീണ്ടും ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ ജോബിനയാണ് നമ്മുടെ പ്രീവിയസ് കോളർ ആയിരുന്നത്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. സ്വർണമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഹലോ ഹലോ ഹലോ, ECV സ്വർണ്ണവർഷം. ആരാണ്? നവനീത, എവിടുന്ന് വിളിക്കുന്നു നവനീത കുട്ടി? തിരുവനന്തപുരം. എവിടെയാണ് തിരുവനന്തപുരത്ത് സ്ഥലം? ഉരുട്ടമ്പലം. ആ, ഓക്കെ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു മോളെ? 6th. ആ, പാട്ട് പാടുവോ നവനീത കുട്ടി? ഒരു 2 വരി ചേച്ചിക്ക് പാടിത്തന്നേ. ചേച്ചിക്കല്ല കേട്ടോ, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കുമായിട്ട്. ഓക്കെ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള പെണ്ണോട് ഈ നീലക്കണ്ണുള്ള പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമെന്ന് ചൊല്ലാമോ. ഓയ്, താങ്ക് യു. നല്ല പാട്ടാണ്. ആരാ പഠിപ്പിച്ചെന്നേ ഈ പാട്ട്? പഠിച്ചല്ല, കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് പാടിയതാണ്. ഓക്കെ, അപ്പൊ മോളെ പെട്ടെന്നൊരു നമ്പർ പറഞ്ഞോളൂ, ഇഷ്ടമുള്ള നമ്പർ. 17. ബോക്സ് നമ്പർ 17 ആണല്ലേ? ഫസ്റ്റ് റോയിലെ ബോക്സ് നമ്പർ 17 ആണ്. നവനീത കുട്ടി തിരുവനന്തപുരത്ത് നിന്നാണ്, ഊരൂട്ടമ്പലം അല്ലേ? ബോക്സ് നമ്പർ 17 ആണ്. നമുക്ക് തുറന്നു നോക്കാം മോളെ. ബോക്സ് നമ്പർ 17 സോറി എന്ന് പറയുന്നു. സോറി, നിരാശപ്പെടണ്ട, വീണ്ടും വിളിക്കാട്ടോ നവനീത കുട്ടി. നല്ലൊരു അടിപൊളി പാട്ടൊക്കെ ചേച്ചിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടി തന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. അപ്പോൾ എന്തായാലും വളരെ ക്യൂട്ടായിട്ടൊരു നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു നവനീത കുട്ടി. സത്യത്തിൽ 1-ലധികം ബോക്സുകളിൽ സ്വർണമുണ്ട്. പക്ഷേ ആ ബോക്സ് നമ്മുടെ കോളേഴ്സ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ ഒറ്റ ഒരു ബോക്സിലാണ് നമുക്ക് സ്വർണം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. അവശേഷിക്കുന്ന ബോക്സുകളിലുള്ള സ്വർണം അവകാശികളെ കാത്തിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് വിളിക്കാം. ഹലോ ഹലോ, ACV സ്വർണ്ണവർഷം. ആരാണ്? ഹലോ, യെസ്, ആരാണ്? പറഞ്ഞോളൂ. ജെയ്സൺ ഫ്രം എവിടുന്ന് വിളിക്കുന്നു? ജെയ്സൺ. എറണാകുളത്ത് എവിടെയാ? പ്രോപ്പർ എറണാകുളം കുമ്പളങ്ങി എന്ന് പറയും. ആ, ഓക്കെ. ഈ കുമ്പളങ്ങി നൈറ്റ്സ് എനിക്കൊന്ന് കൂടുതൽ ഫേമസ് ആക്കി അല്ലേ സ്ഥലത്തെ? അതെ. ഓക്കെ, അപ്പൊ ജെയ്സൺ ഐശ്വര്യമായിട്ട് ഇഷ്ടമുള്ള നമ്പർ പറയാം, നമുക്ക് നോക്കാം ഭാഗ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. 55. ബോക്സ് നമ്പർ 55. ബോക്സ് നമ്പർ 55-ൽ ജെയ്സൺ ഫ്രം കുമ്പളങ്ങിയാണ് 55ാമത്തെ ബോക്സ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം കഴിയാണ് കേട്ടോ. നമ്മുടെ അവസാനത്തെ കോളറാണ് ജെയ്സൺ. ഈ ബോക്സിൽ ജെയ്സണിന് ഭാഗ്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 55 ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ജെയ്സണോട്, കുമ്പളങ്ങിയിൽ നിന്ന് വിളിച്ച ജെയ്സണിനോട് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ജെയ്സൺ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത്, പ്രേക്ഷകർക്ക് അറിയേണ്ടത്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരിൽ ആരെങ്കിലും വിന്നേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്. നമുക്ക് 2 വിന്നേഴ്സാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചവരായിട്ട് ലഭിച്ചിരിക്കുന്നത്. ദിവ്യ ഫ്രം ട്രിവാൻഡ്രം സെലക്ട് ചെയ്തത് ബോക്സ് നമ്പർ 54 ആണ്. നമുക്കപ്പോൾ ബോക്സ് നമ്പർ 54 നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും കാണാം. ബോക്സ് നമ്പർ 54 ഗോൾഡ് കോയിൻ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ദിവ്യ. ബോക്സ് നമ്പർ 54-ൽ ഒളിച്ചിരുന്ന സ്വർണം കണ്ടെത്തി വാട്സാപ്പിലൂടെ ദിവ്യ ഫ്രം ട്രിവാൻഡ്രം. ഇനി യെസ്, അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആള് 55ാമത്തെ ബോക്സാണ് കേട്ടോ പറഞ്ഞത്. ഒരു ബോക്സ് ഇപ്പുറത്തോട്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത സെക്കൻഡ് വിന്നർ പാലക്കാട് നിന്നും ആണ് വരുന്നത്. അദ്വിക ഫ്രം പാലക്കാടാണ്. ബോക്സ് നമ്പർ 24 ആണ് അദ്വിക ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്.
ബോക്സ് നമ്പർ 24-ൽ സ്വർണ്ണമുണ്ട്. അതോടെ നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. അദ്വിക 24-ൽ ഉള്ള സ്വർണം കണ്ടെത്തി വാട്സാപ്പിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് അദ്വിക ആൻഡ് ദിവ്യ, രണ്ടുപേർക്കും ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഇന്ന് 3 വിന്നേഴ്സാണുള്ളത്. കോളേഴ്സിൽ ഒരാൾക്ക് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്, അല്ലാതെ മറ്റ് 2 പേര് വാട്സാപ്പിലൂടെയാണ് വിന്നേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ 3 പേർക്കും ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട. അടുത്ത സൺഡേയും സ്വർണ്ണവർഷം ACVയിൽ ഉണ്ടാകും. അപ്പോൾ ട്രൈ ചെയ്യുക, സ്വർണം സ്വന്തമാക്കുക, നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. ഹാപ്പി സൺഡേ.